ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡി കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോൻട്ര, ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും ഒക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരം നിറയ്ക്കട്ടെ. ദീർഘായുസ് പൂർണ്ണ ആരോഗ്യം തന്ന തൃപ്തി വരുത്തട്ടെ. മക്കൾ ലോകത്തിൽ ഉന്നതരും ക്രിസ്തു യേശുവിൽ പ്രശസ്തരാകട്ടെ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഇത് എന്നെ ചിന്തിച്ചോ, ഇത് എന്നെ സംഭവിക്കും. അപ്പോൾ ഇവിടെ വായിക്കണത് വലിയ ഒരു ഇതാട്ടോ. നമുക്ക് ജ്ഞാനമുണ്ടോ, ജ്ഞാനമൊക്കെ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ടോ? ശരിക്കും ഒരു ജ്ഞാനീനെ ഒക്കെ എല്ലാവരുടെയും കൊതിയല്ലേ. യാക്കോബ് 3:13 പറയാം, നിങ്ങൾ ജ്ഞാനിയും വിവേകിയുമായവനാർ. വിവേകം എന്ന് പറഞ്ഞാൽ ദോഷം വിട്ട് അകന്നിരിക്കണം മനുഷ്യനെ പറയണേ. അവൻ ജ്ഞാനത്തിൻ്റെ ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവർത്തികളെ കാണിക്കട്ടെ. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞ സൗമ്യത. ഞാൻ പണ്ട് മാന്തോട്ടത്തിൽ അച്ഛനോട് ബൈബിൾ ക്ലാസ്സിൽ എല്ലാവരും പറയും എനിക്ക് സൗമ്യതയൊന്നുമില്ല, എപ്പോഴും ദേഷ്യം എടുത്തിയാട്ടമാണേ. ഇത് കേട്ട് 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 ഇങ്ങനെ അതെന്നു വെച്ചാൽ പണ്ടേ മാറിയാണ് കേട്ടോ. ഞാൻ പണ്ട് ദേഷ്യപ്പെടുമ്പോൾ എല്ലാവരും പറയും എൻ്റെ ചാച്ചൻ്റെ അമ്മയുടെ സ്വഭാവമാണ്, എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യും, ആരും വഴക്കുറിയില്ല. അപ്പം നമ്മളെങ്ങനെയല്ല, അത് പിശാചിൻ്റെ സ്വഭാവമാണെന്നൊന്നും എന്നോട് ആരും പറഞ്ഞു തന്നില്ല. ആ ദേഷ്യത്തിനെ അടക്കിയാൽ ഞാൻ ജീവിതത്തിൽ സക്സസ് ആവുകയുള്ളൂ എനിക്ക് ആരും പറഞ്ഞു തന്നില്ല. ഇപ്പോൾ ഈ വചനമൊക്കെ വായിച്ചപ്പോഴാണ് അതങ്ങനെ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഞാൻ തുള്ളിച്ചാടുമ്പോൾ എല്ലാവരും പറയും എനിക്ക് ഇച്ചിരി ഓവർ ഭരണമൊക്കെ ആയിരുന്നു. ഓ ഈ ചാച്ചൻ്റെ അമ്മയാണ്, ചാച്ചൻ്റെ അമ്മ ഇത് ഏതാണ്ട് ചാച്ചൻ്റെ അമ്മയെ നേരത്തെ മരിച്ചും പോയി, ചാച്ചനെങ്കിൽ അമ്മയുടെ ഫാനോ, ഇത് ഇങ്ങനെ പറഞ്ഞു തന്നെ ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം നമ്മൾ ആ സൗമ്യത എന്നുള്ള യേശുവിൻ്റെ സ്വഭാവമാണെന്നോ അങ്ങനെ ഒന്നും എനിക്ക് അറിയാനും പറ്റിയില്ല. അപ്പം ഞാൻ മാന്തോട്ടത്തിൽ അച്ഛനോട് ചോദിക്കുക, അച്ഛൻ എനിക്ക് സൗമ്യതയുള്ള ഭൂമിയെ കൈവശമാക്കുമെന്ന് ബൈബിളിലുണ്ട്. അപ്പം എൻ്റെ വിചാരം ഈ ഭൂമി മേടിക്കും. അതാ ആ ഇടയ്ക്ക് എനിക്ക് ഈ കടയൊക്കെ മേടിക്കാൻ വലിയ കൊതിയുണ്ട്, പൈസ ഒന്നും നോക്കണില്ല. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചാൽ അച്ഛാ എനിക്ക് സൗമ്യതയില്ലാഞ്ഞിട്ടാണോ അച്ഛാ ഈ ഭൂമി മേടിക്കാൻ പറ്റാത്തതെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ ബൈബിൾ ക്ലാസ്സിൽ എനിക്ക് അത്ര ബോധമുണ്ടെന്ന് മനസ്സിലായി. അച്ഛൻ പറഞ്ഞു ഞാൻ നിന്നോടൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു. അപ്പം ഭൂമി കൈവശാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലോകത്തിൽ ഉന്നതയും ക്രിസ്തു യേശുവിൽ പ്രശസ്തിയാവുമെന്ന് അർത്ഥം. യേശുവിൻ്റെ സ്വഭാവ സൗമ്യത, അതിൻ്റെ കൂടെ ഭൂമിയും ലോകവും ഒക്കെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പം നിങ്ങൾക്കൊക്കെ അതുണ്ടാകട്ടെ. അപ്പോൾ ഇന്നത്തെ മനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ വീഡിയോ ആണ്. ഇത് കണ്ടോ, ഇപ്പം ഈ ബനാറസിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്നുള്ളൂ. ഈ മെറ്റീരിയൽ കണ്ടോ, ഇതൊക്കെ ഭയങ്കര വെറൈറ്റി മെറ്റീരിയൽ. അത് കണ്ടോ, സിൽക്കിൽ ഒറിജിനൽ സിൽക്കാട്ടോ. സിൽക്കിൽ ഇതേ ഇങ്ങനെ സ്പ്രൈസിൻ്റെ ഒരു ഇതുമുണ്ട്. ഇവിടെ ഈ ചെറിയൊരു വീവിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി പഴയ ബനാറസ് അല്ല, ഇപ്പം ഇങ്ങനത്തേലൊക്കെയാണ് വന്നത് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ ആൾക്കാർക്ക് ഇപ്പം ഇങ്ങനെ നമുക്ക് ഇടാനും ഫങ്ഷൻ ഇടാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഫങ്ഷൻ ഇടാനൊക്കെ അതേ ഷോളൊക്കെ നോക്കി എന്ത് രസമാണ്. ഇത് എത്ര 2990 ഷാൾ കണ്ടില്ലേ വേണ്ടോ. ആ മെറ്റീരിയലും ഇങ്ങനെ ഒറിജിനൽ സിൽക്ക് മെറ്റീരിയലാണ്. ഡോളോ സിൽക്കിലൊക്കെ കൂടിയ മെറ്റീരിയലാണ്, കാരണം ഈ സെൽഫ് പ്രിൻ്റൊക്കെയുള്ള മെറ്റീരിയലാണ്. ഇത് കണ്ടോ, ബാക്കിൽ വീവിങ് ഇല്ല കേട്ടോ. കൈക്കൊക്കെ എല്ലാത്തിലും കിടന്ന പോലെ തന്നെ വേണ്ട തുണിയുണ്ട് ബനാറസിന്. പിന്നെ നമ്മളിപ്പോൾ ഒരു വേറെ സെറ്റ് എടുക്കുവാണെന്ന് വെച്ചാൽ 5000-6000 രൂപ അതിൻ്റെ സ്റ്റിച്ചിങ് ചാർജോടുകൂടി. ഇപ്പം എല്ലാവരും നോക്കുമ്പോൾ ഇപ്പം ഇതാവുമ്പോൾ നമുക്ക് കല്യാണങ്ങൾക്കും ഫങ്ഷൻ ഇടുകയും ചെയ്യാം. ഭയങ്കര സോഫ്റ്റുമാണ്, നമുക്കല്ലാണ്ട് യൂസ് ചെയ്യാം. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ബനാറസ് എടുത്തിട്ട് ഒരു ഭയങ്കര ലുക്കാണ്. എനിക്ക് അങ്ങനെ ഈ പിള്ളേരെ പേടിച്ച് ഞാനിപ്പോൾ എടുക്കാത്ത, എൻ്റെ അപ്പടിയും ബനാറസാണ്. എനിക്ക് ഇപ്പോൾ ബനാറസിൽ സംതൃപ്തിയുള്ളൂ. ഒരു 10 ബനാറസ് സാരിയുണ്ട്, 10 ബനാറസ് ചുരിദാറും ഉണ്ട്. അടിപൊളിയാട്ടോ, അടിപൊളിയാണ്. സൂപ്പർ ഹിറ്റാണ്. ലൈലാക്ക് എല്ലാ കളേഴ്സും ഇതിൻ്റെ ചാർട്ടും നല്ലതാണ്. നല്ല സാൻഡോൺ ബോട്ട് അല്ല, അതിന് നല്ല ബോട്ടാട്ടോ. സാൻഡോൺ ഒരു ഇച്ചിരി ബ്ലം ബ്ലം എന്ന് വരില്ലേ, ഇതങ്ങനെയല്ലേ. ഇതെല്ലാം ഒറിജിനൽ മെറ്റീരിയലാണ്, ഡൈ ചെയ്താണ്. ഈ കളറെല്ലാം സെയിം ആക്കണേ. അപ്പോൾ ഡയബിളാണ് ഇതെല്ലാം, ഡൈ ചെയ്താണ് ടോൺ ടു ടോൺ കളറൊക്കെ ആക്കണേ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അത് ആദ്യമായിട്ട് കാണിക്കണേ
ചുരിദാറാണ്, ബനാറസ് വീവിങ് ഉണ്ടെന്നുള്ളൂ നമ്മൾ ആദ്യമായിട്ട് അത് കാണിക്കണേ. അപ്പം പെട്ടെന്ന് തീരും. അടിപൊളി കോട്ടൺ ചുരിദാറിൻ്റെ പ്യൂർ കോട്ടൻ്റെ ആക്കാരില്ലേ, അതും ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ, അതും പാനൽ, അതും പാനൽ. ദേ താഴെ വരെ വർക്കുണ്ട്. താഴെയാണെങ്കിൽ അത് ഇച്ചിരി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് താഴത്തേട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. ബാക്കി ഇങ്ങനെ പ്ലെയിൻ ആട്ടോ, ഫ്രണ്ട് ഇങ്ങനെ. ഇതിൻ്റെ വില ബാക്കി പ്രിന്റ് ഉണ്ട്, അല്ല പാനലില്ലെന്ന് പറയുന്നത്, അതാണ് നല്ലത്. ബാക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഫ്രണ്ടിൽ മാത്രമേ ഈ വർക്ക് തന്നെ. നല്ല റേറ്റ് എത്രയാണ്? വില ആട്ടോ ഏറ്റവും രസം. 1299 ഡൈ ചെയ്ത് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് സൂപ്പർ പ്യുവറിലാണല്ലോ ഡൈ ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു ഈ സാറ്റിൻ കോട്ടൺ പോലത്തെ ഒരു കോട്ടൺ, നമുക്കിങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അടിപൊളിയാണ്. അതിൻ്റെ നല്ല കളർക്കും ബോട്ടത്തിലായാലും ബ്ലോക്ക് പ്രിന്റും ഉണ്ട്. എൻ്റെ വീട് നിറച്ച് ഈ ബ്ലോക്ക് പ്രിന്റ്. എൻ്റെ കോട്ടയൊക്കെ എല്ലാം ഈ ബ്ലോക്ക് പ്രിന്റിലല്ലേ ഞാൻ എടുക്കാറ്. അപ്പം നല്ല കളർ കോമ്പിനേഷൻ. ഇപ്പം ചുരി ബോട്ട ഇപ്പോൾ ഇടാൻ പറ്റില്ല കേട്ടോ, പോവില്ല കേട്ടോ. ഞാനിപ്പോൾ ചുരി ബോട്ട ഇടാറുള്ളൂ. അത് വലിച്ചു കയറ്റാനൊക്കെ എനിക്ക് ഭയങ്കര പാട്. പണ്ട് കോട്ടയൊക്കെ എടുത്തതിൻ്റെ എല്ലാം ചുരി ബോട്ട. നല്ല രസമാട്ടോ ഇതിൻ്റെ ഷോളുകളും എല്ലാം. ഇതൊരു വെറൈറ്റി ആയിട്ട് വേറെ. ഇത് ഇതിൻ്റെ തന്നെയല്ലേ? ഇത് അടിപൊളി. പലതിനും പല സൈസ്. ആകെ റേറ്റ് 1299 ഉള്ളൂ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഇട്ടതിൻ്റെ ഒക്കെ റീസ്റ്റോക്ക് വെച്ചിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. ഇതിൻ്റെയൊക്കെ വന്ന വഴിയെ ഇത് എനിക്ക് തോന്നണേ തരുന്ന ആ ഡീലർ പറയും എനിക്ക് മാത്രമാണ് ഇത് ഏറ്റവും അധികം ചിലവെന്ന്. എനിക്ക് തോന്നുന്നത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഇച്ചിരി ഭയങ്കര ഒരു ഈ ബ്ലോക്ക് പ്രിന്റും ഇതൊക്കെയാണ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യരെന്ന് കണ്ടോ. ഭയങ്കര രസമാണ്. 1299 ഒക്കെ ഇത് സൂപ്പറാട്ടോ. നല്ല ഷോളിൻ്റെ രണ്ട് വശവും ഇങ്ങനെ ഇത് ചെയ്ത ഷോളൊക്കെ പ്യുവർ കോട്ടൻ്റെ ഷോളും അടിപൊളിയാണ്. പെട്ടെന്ന് എടുത്തു. അപ്പോൾ ഇല്ലേ ഇതിന് തീർന്നോ? ഇത്രയും കളേഴ്സേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ വാട്സപ്പ് കോൾ വിളിക്കാം. ക്രേപ്പിൻ്റെ സെറ്റാട്ടോ. ക്രേപ്പ് ജോർജറ്റ് ഡ്രൈ വാഷ് ചെയ്യണേ. ഹാൻഡ് വർക്ക് യോക്കി വന്ന് ഈ സെയിം എനിക്കുണ്ട്. ഇതിൻ്റെ വേറൊരു കളർ ഉണ്ടോ മൊച്ചന്തി കണ്ടല്ലോ എനിക്കുള്ളത്. നല്ലതാണ്, ഇടുമ്പോൾ നല്ല രസമാണ്. മണ്ണൊന്നും തോന്നിക്കില്ല. ബാക്ക് ഇങ്ങനെയാട്ടോ. ഇത് ദാമനിലോ യോക്കിലോ വരുത്താം. ബാക്ക് വെച്ച് ലെങ്ത് ഒക്കെ ഉണ്ട്. ഈ സ്പൈസ് ആയത് കാരണം നമുക്ക് നല്ല രസമാണ്. ബോട്ടവും സെയിം പ്രിൻ്റൊക്കെ ഉള്ള ഒറിജിനൽ ക്രേപ്പ് ജോർജറ്റ് തന്നെ. അപ്പോൾ ഞാൻ ബോട്ടത്തിന് ലൈനിങ് ഒന്നും ഇട്ടില്ല. 1999 ഞാൻ ലൈനിങ് ബോട്ടത്തിന് ഇടാണ്ട് അയച്ച. ഈ ഡാർക്ക് കളറിൽ വലിയ നേരമൊന്നും അടിക്കില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ആരൊക്കെ അത്രയൊന്നും നമുക്കിടെ ഇപ്പം അങ്ങനെ ശരീരത്തിയിട്ടൊന്നും നോക്കൂല. ഇപ്പോഴത്തെ ഫാഷൻ പറയല്ലേ, ടോപ്പിൻ്റെ ലൈനിങ് ഇവിടെ വരെ ഇട്ടിട്ട് പിന്നെ പാൻറ് ഇട്ട് നല്ല വയറായിരിക്കണം. എനിക്ക് ഏതാ തന്നെ പാൻറ് എടുത്ത് തന്നേക്കോ സെയിം ആയത് കാരണം പറ്റിപ്പോയതാ. വേഗം മടക്കി തന്നു. ടോണാണ്, സൂപ്പറാണ്. നല്ല ബ്ലാക്കും ആഷൂടെ, ആഷാണോ? അല്ലേ? ആഷൂടെ കോമ്പിനേഷൻ നല്ല സെറ്റാട്ടോ. നല്ല കളർ ചാർട്ടല്ലേ? അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നല്ല ചുരിദാർ സെറ്റുകളൊക്കെ വെറൈറ്റി എല്ലാ അപ്ഡേഷനും തന്നെ പെട്ടെന്ന് എടുത്തു.
ഇത് ഞാനെടുത്ത മഹേശ്വരി സിൽക്കിൻ്റെ ആട്ടോ. അത് ഞാൻ എന്നിട്ടാലും പിന്നെയും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർത്തു അത് ഇട്ടുകൊണ്ട് വന്നിട്ട് വീഡിയോ ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ അത് ഇടണ ദിവസമൊന്നും എനിക്ക് ഈ സാധനം കിട്ടൂല. ഈ സാധനം കിട്ടുമ്പോൾ അതിടാനും മറന്നുപോകും. അപ്പോൾ പെട്ടെന്ന് വീഡിയോ പിടിച്ചിട്ടേക്കാന്ന് ഓർത്തു. ഇതേ ബാക്കും ഇങ്ങനെ കേട്ടോ, ഭയങ്കര സുഖമാട്ടോ അതിട്ടുകൊണ്ട് നടക്കൽ. നല്ല എനിക്കത് എപ്പോഴും ഇടിയിലാണ് ഇപ്പോൾ തോന്നുന്നത്. നിങ്ങളെ മിക്കവാറും തന്നെ വീഡിയോയിൽ അതിട്ട് കാണാറില്ലേ. 1499 ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡിസൈൻ വ്യത്യാസം കാണിക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. കഴിഞ്ഞ ദിവസവും ഇതിൻ്റെ കെട്ട് വന്നിട്ട് പെട്ടെന്ന് തീർന്നു. ഒന്നാമത് ഈ ബ്ലാക്ക് പ്രിൻ്റൊക്കെ ആകുമ്പോൾ നല്ല രസമാണല്ലോ. ഇതിൻ്റെ ഈ സെയിമല്ല ഡിസൈൻ, ഇച്ചിരി ഡിസൈൻ വ്യത്യാസം ഉള്ളൂ കേട്ടോ. കാണിച്ചു തന്നെ പിന്നെ കാണിക്കരുതേ. ഇതിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ സെയിം പ്രിൻ്റ് ഉള്ളതൊന്നും ഒത്തിരി കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത്ര കെട്ടൊക്കെ എടുക്കുമ്പോൾ അതിന് ഈ ബാക്കിക്കും ഇതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഏതേലും കിട്ടുമെങ്കിൽ എടുത്തോ, നല്ലതാണ് ഏതിട്ടാലും. കനവും ഇല്ല, നെല്ലും അടിക്കില്ല, ഇടാനും ഭയങ്കര പ്രിൻ്റ് സിൽക്ക് ഇടുന്ന പോലെ തന്നെ ഭയങ്കര സുഖം. ഇതൊക്കെ കാണിച്ചതല്ലേ എൻ്റെ പൊന്നെ. ഇത്ര കെട്ടെടുത്തിട്ടാട്ടോ ഇത്രയും എല്ലാം വ്യത്യാസമാണ്. അത് വ്യത്യാസമുണ്ടോ? ഓ, ഈ പൂവിൽ വ്യത്യാസം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണുണ്ടോ? ഏതായാലും ഏതെങ്കിലും എടുത്തു. ഇതെന്നായാലും ഒരു അസറ്റായിരിക്കും. നല്ല രസമുള്ള എല്ലാത്തിനും പ്ലെയിൻ ബ്ലാക്ക് ബോട്ടോ ആട്ടോ. ഇതെടുത്തില്ല ഫോട്ടോ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. അടിപൊളി ഒരു ചുരിദാർ സെറ്റ്. അത് എന്നാ സോഫ്റ്റ് ഈ മെറ്റീരിയൽ, മൽച്ചന്തേരി ആണെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് എന്നാ റേറ്റ്? 899. അപ്പോൾ മൽച്ചന്തേരി ആയിരിക്കുമോ? എനിക്ക് ഈ വിലയ്ക്ക് കിട്ടുമോ? 899. പിടിച്ചു നോക്കിയിട്ട് മൽച്ചന്തേരികൾ ഇത് ഇങ്ങനത്തെ സോഫ്റ്റാണേ, ഇത്രയ്ക്ക് സോഫ്റ്റ്. താഴെ ദാമനിൽ വർക്കും. ഇത് ഫങ്ഷനും ഇടാൻ ക്യാഷ്വൽ വെയർ ആയിട്ടാ. വർക്കും കാണാൻ നല്ല രസമില്ലേ നോക്കി. 899 രൂപയുള്ളൂ കേട്ടോ. അതിൻ്റെ ബോട്ടവും ഇത് സെയിം നല്ലൊരു മെറ്റീരിയൽ. ഷോളിൻ്റെ ഒരു വശമൊക്കെ ഇത്രയും തിക്കായിട്ട് വർക്ക് ചെയ്തിട്ടേ ഇനി ഇത് കിട്ടുമോ ആർക്കറിയാം. കൊണ്ടുവന്നെ ഉടനെ വീഡിയോ ഇട്ടിട്ടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇത് എന്തൊക്കെ വീഡിയോ ഇടും സാരി. ഇത് നമ്മൾ ഒക്കെ ഇങ്ങനെ അത് ഞാനെടുക്കണതാണെങ്കിൽ പെട്ടെന്ന് തീരുകയും ചെയ്യും. എന്ത് റീസ്റ്റോക്ക് വയ്ക്കുമ്പോഴും. അല്ലെങ്കിൽ അവർ മാറ്റി വെച്ചാൽ ഒരു പറയും കൊണ്ടുപോകുമെന്നും പറഞ്ഞു. എൻ്റെ വെള്ളലിക്ക് ഇത്ര കെട്ടൊക്കെ അപ്പോൾ എന്തോരം ചിലവാകണേന്ന് അറിയാൻ പാടുള്ളൂ. അത് കാരണമാണത്. സൂപ്പറാണ്. നല്ല കളർ ചാർട്ട്. ഇത് ഭംഗിയ. അപ്പോൾ പെട്ടെന്ന് വെബ്സൈറ്റിൽ നിന്ന് എടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇന്ന് പിന്നെ വിശേഷം പറയുകയാണെങ്കിൽ ഇന്നൊരു ടൂർ പോവുക. ഇങ്ങനെ അധികമില്ല, ഞങ്ങൾ ഒരു 10-12 പേരോളം ഉണ്ട് കേട്ടോ. ഒന്നിച്ച് എപ്പോഴും ടൂർ പോണേ ഒരു ഗ്യാങ്. പക്ഷേ 2-3 പേർക്ക് അസൗകര്യമായിപ്പോയി. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമായിരുന്നു. പെട്ടെന്ന് ഓടിച്ചിട്ട് എനിക്കാണെങ്കിൽ ടൂർ ഭ്രാന്ത്. ഞാനാണിങ്ങനെ ബഹളം വെച്ചുകൊണ്ട് നടക്കണം. ടൂർ പോകണം, എനിക്ക് എപ്പോഴും ടൂർ പോകണം എന്നൊക്കെ ചിന്തയാണ്. അപ്പോൾ അത് കാരണം വേറെ ടൂർ പോയിട്ട് വന്നിട്ട് വിശേഷം പറയാം കേട്ടോ. ഞാൻ ഓർക്കാം പെണ്ണുങ്ങൾക്കൊക്കെ എന്തൊരിതാ. ആണുങ്ങൾക്ക് ബാഗൊക്കെ തൂക്കി ഇങ്ങനെ ടൂർ പോയാൽ മതി. പെണ്ണുങ്ങൾക്ക് ഒരസൗകര്യം കൊച്ചുങ്ങൾക്ക് വന്നാൽ വരാൻ പറ്റില്ല. 2 പേർക്ക് അങ്ങനെ മക്കളുടെ കാര്യത്തിന് അസൗകര്യമായിട്ട് വന്നിട്ടില്ല. ഒരാക്കടെ കാലിന് വീണാർന്നു, അപ്പോൾ അതിനെന്തോ ഫ്രാക്ചർ പറ്റി. അത് നടന്നു തുടങ്ങി നീര് വയ്ക്കുക. അത് കാരണം ആശാദ്യം വന്നില്ല. അപ്പോൾ 8-9 പേരുണ്ട് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് ഒറ്റ ദിവസമുള്ളൂ. ഒന്നതേ തൃശ്ശൂർ ഒരു റിസോർട്ടിൽ പോയി. ബീച്ചിൻ്റെ അടുത്തുള്ള, എനിക്ക് ബീച്ച് ഇഷ്ടമാണ് ഇങ്ങനെ കാണാൻ. അപ്പോൾ നാളെ തന്നെ 11 മണിക്ക് 3 മണിക്ക് കയറും, 11 മണിക്ക് ചെക്കൗട്ട്. അപ്പോൾ അടിച്ച് പൊളിക്കാൻ പോവാം. നിങ്ങൾ ഇത് എന്തിനാ ഇങ്ങനെ പറയണേന്ന് അറിയട്ടെ. നിങ്ങളിങ്ങനെ കൂട്ടുകൂടുക. അവർ പറയട്ടെ ഞങ്ങൾക്കും പോകണം ടൂറ് പോവുക. അതെ, നമ്മുടെ പ്രായത്തിലുള്ളവരോടെ ഞാനീ പറയണേട്ടാ. കൊച്ചു പിള്ളേരൊക്കെ അപ്പം പണിയെടുക്കുക, ജീവിക്കുക. പ്രായം പറയാൻ ഞാൻ
ഞാൻ എല്ലാവരോടും 33 വയസ്സെന്നല്ലേ പറയണേ. ഞാനിങ്ങനെ പറഞ്ഞു പറഞ്ഞ എൻ്റെ ഒറിജിനൽ പ്രായം സത്യമായിട്ട് ഇപ്പം മറന്നു പോവാന്നേ. വർഷം കണക്കൂട്ടണം, ഞാൻ പ്രായേ പറയില്ല, എപ്പോഴും 33 പറയുള്ളൂ. നാവി പറയണ സംഭവിക്കട്ടെ, എനിക്ക് 33 മതി. യേശപ്പൻ്റെ പ്രായം ഇരിക്കട്ടെ, യേശപ്പൻ്റെ ഭജനി വസിക്കുമ്പോൾ. അപ്പം അപ്പോൾ ടൂറ് പോകാൻ ഞാനിങ്ങനെ എടുത്ത് ടൂറിൻ്റെ കാര്യം പറയണേ. ഇങ്ങനെ നിങ്ങൾ ഫ്രണ്ട്സ് കസിൻസ് അങ്ങനെയൊക്കെ ആയിട്ട് ടൂറ് പോവുക. അപ്പോൾ വിശേഷമൊക്കെ പിന്നെ പറയട്ടെ. പിന്നെ സ്വർണ്ണക്കട സ്കീം കൂടുന്ന കാര്യം മാത്രം മറക്കരുത്. സ്കീം കൂടുക. നമുക്കത് പെണ്ണുങ്ങൾക്കടെ സ്വത്തെന്ന് പറഞ്ഞ സ്വർണ്ണം. നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ അപ്പം തന്ന പൈസ നിങ്ങളുടെ കയ്യിലുണ്ടോ? എല്ലാവർക്കും ഡൗറി തന്നല്ലേ കെട്ടിച്ചു വിട്ടെ. പണ്ട് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, സ്വർണം തന്നാലേ ഉള്ളൂ എൻ്റെ സ്വർണം, എൻ്റെ അപ്പം തന്ന സ്വർണം. ഇതുപോലെ നമ്മുടെ മക്കളും അല്ലെങ്കിൽ നമ്മൾക്കും നമ്മളുണ്ടാക്കാനുള്ള സ്വത്ത് ആരോഗ്യമുള്ളപ്പോൾ ഇച്ചിരി സ്വർണ്ണമൊക്കെ ഞാൻ ഓർക്കും. എൻ്റെ കയ്യിൽ ഞാൻ വളയിടാറില്ല. ഈ വലിയ കടക്കാൻ ഭയങ്കര പാടാണ്. ഊരുമ്പോഴൊക്കെ ഇനിയിപ്പോൾ ഒരു വള മേടിച്ചിടണം. പണ്ടാങ്കിൽ കൈക്ക് വലിയ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു, വിരലൊക്കെ നീണ്ടേ. ഇപ്പം തടിയൊക്കെ വെച്ചിട്ടത് ഇനി ഒരു വളയൊക്കെ ഇട്ടാലാണോ കൈക്ക് അട്രാക്ഷൻ എന്ന് എനിക്കൊരു ചിന്ത. അപ്പോൾ ഒരു 1.5 പവൻ്റെ വളയുണ്ടെങ്കിലാണ് 2 എട്ടി പണ്ട് കിട്ടുള്ളൂ. അതങ്ങനെ സ്ഥിരം കിടക്കും. അപ്പോൾ ഒരു 1.5 പവൻ ഒരു കാലത്ത് വിൽക്കുമ്പോൾ എന്തോരം ഉണ്ട്. ഞാനിപ്പോൾ കുറേ തടി വയസ്സാകുമ്പോൾ വെട്ടി തിന്നാന്നൊക്കെ വെച്ചോണ്ടാ തടിയുടെയൊക്കെ വില താഴെ പോയി, എല്ലാം താഴെ പോവുക. പക്ഷെ സ്വർണത്തിൻ്റെ വില കയറിക്കൊണ്ടാട്ടിരിക്കണേ. ഇപ്പം ഈ യുദ്ധം കാരണം ഒന്ന് കുറഞ്ഞിരിക്കണേ കേട്ടോ. യുദ്ധം ഒരിക്കലും നീണ്ടു നിൽക്കില്ല. യേശുവിൻ്റെ കൃപയാൽ യുദ്ധം പെട്ടെന്ന് അവസാനിക്കട്ടെ. എല്ലായിടത്തും യേശുപ്പൻ്റെ സമാധാനം വാഴട്ടെ. അപ്പോൾ പെട്ടെന്ന് സ്കീമിൽ കൂടുക. 11 മാസമുള്ളൂ. നിങ്ങൾ പൈസ തരുന്ന അന്നത്തെ ദിവസം നിങ്ങൾക്ക് സ്വർണം മേടിച്ചു വയ്ക്കുക. അങ്ങനെ ഒരു സംവിധാനം കിട്ടാൻ തന്നെ പാടല്ലേ. അല്ലാണ്ട് നിങ്ങൾ പല സൈസ് ഉണ്ട് കേട്ടോ. ഒരേ എമൗണ്ട് തന്നെ ഇട്ടിട്ട് ആ എമൗണ്ട് ഞങ്ങളും ബോണസ് നൽകി ആ എമൗണ്ടിന് 1 വർഷത്തെ കഴിഞ്ഞിട്ടുള്ള വിലയ്ക്ക് സ്വർണം തന്നെ. അതിനേക്കാളും ലാഭം ഈ മേടിച്ചു വെക്കണത് രണ്ടും നമുക്കുണ്ട്. അപ്പോൾ നിങ്ങൾ സ്കീം ആലോചിച്ച് കൂടുക. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. പിന്നെ അടുത്ത വീഡിയോയിൽ വിശേഷമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.